ഹായ് കൂട്ടുകാരെ, എന്താ എല്ലാവർക്കും സുഖമല്ലേ? പ്രമോദാണ്. അപ്പം ഇതൊരു കുറേ നാളായിട്ടോ ഒരു ലോങ് വീഡിയോ ഇട്ട്. അപ്പം ഇന്ന് കുറച്ചൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത് കുറേ നാൾ മുമ്പ് എടുത്ത് വെച്ചാണ്, നാട്ടിലേക്ക് പോയ സമയത്ത് എടുത്ത് വെച്ചാണ് ഇപ്പോഴാട്ടോ ഇടാൻ സമയം കിട്ടിയത്. അപ്പം നാട്ടിലേക്ക് പോകാമെന്ന് പറയാൻ നിങ്ങൾ സ്ഥിരം പോകുന്ന കാണുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും. നിങ്ങൾ മൂന്നാർ പോകുമ്പോഴൊക്കെ എടുത്ത് കാണുന്ന കാഴ്ചകൾ തന്നെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ചെറുതിൽ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കിതൊന്നും തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നേര്യമംഗലം ഫോറസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് കുറേ മലയാളം കാഴ്ചകളൊക്കെ ആയിട്ട് കുറേ വ്യൂസ് ഉണ്ട് കേട്ടോ. ഇതായിട്ട് നമ്മുടെ നേര്യമംഗലം പാലം. പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പാലം പഴയ പാലം എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജി ഫീലല്ല. ഈ പാലം കഴിയുമ്പോൾ ഒരു ഫീലുണ്ട് മോനെ, അതൊരു ഫീലാണ്. ഇതാട്ടോ നമ്മുടെ റാണിക്കല്ല് എന്ന് പറയുന്നത്. ഈ വഴി പോകുന്നൊരു സ്ഥിരം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തിരുവിതാംകൂർ രാജ്ഞിയായിരുന്ന സേതുലക്ഷ്മിബായിയുടെ പേരൊക്കെ കുത്തിയിട്ടുള്ള ഒരു കല്ലാണ്. അപ്പോൾ ഇവരായിരുന്നു നമ്മുടെ പാലവും ഈ റോഡും നമുക്ക് വേണ്ടി സമർപ്പിച്ചത്. അപ്പം അതുകൊണ്ടാണ് റാണിക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ വളവ് എല്ലാവർക്കും കണ്ടിട്ട് പരിചയമുണ്ടാവും. അതിൻ്റെ അടുത്താണ് ഈ റാണിക്കല്ലെന്ന് പറയുന്നത്. നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസ്. ഇപ്പോൾ വെള്ളം കുറവാണ്, വെയിലാണ്, മഴയാണെങ്കിൽ പിന്നെ പറയണ്ട. അതിൻ്റെ തൊട്ടടുത്തുള്ള പാളറയിൽ അല്പം കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ അത്യാവശ്യം വന്നു പോകുന്നുണ്ട്. വെയിലായാലും മഴയായാലും മൂന്നാർ എപ്പോഴും നമ്മളൊരു ടൂർ പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ചോയ്സ് വരുന്നത് മൂന്നാറായിരിക്കുമല്ലോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കേണ്ട ഇതുപോലെ കുറേ പരിപാടിയുണ്ട് കേട്ടോ. ഒരു ചെറിയ വാക്സിൻ മിക്സിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വഴി പോയവരെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നേരെ അടിമാലി എത്തി. അടിമാലി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കാണുന്നതായിട്ട് നമ്മുടെ മാതാ തിയേറ്റർ. ഞങ്ങൾ പണ്ട് സിനിമയൊക്കെ കാണാൻ ഇവിടെയാണ് വന്നിരുന്നത്. പിന്നെ എറണാകുളത്തേക്ക് പോകുന്നത് പിന്നെ ഇവിടെ സിനിമ കാണാനൊക്കെ കുറവാണ്. ഇവിടെ കോളേജ് പഠിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതാട്ടോ കുഞ്ചിത്തണ്ണി. ഇവിടെയായിരുന്നു എൻ്റെ സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് തിരിഞ്ഞാലാണ് വൈസമാലിലേക്ക് തിരിയുക. ഈ കാണുന്നതാണ് ഞാൻ പഠിച്ച കുഞ്ചിത്തണ്ണി ഗവൺമെൻറ് ഹൈസ്കൂള്. 1 തൊട്ട് +2 വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ അകത്ത് കയറിയില്ല, എന്തിനാ. ഈ കാണുന്നതാണ് കുഞ്ചിത്തണ്ണിയിലുള്ള കുരിശുപള്ളി. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് വൈസമാലിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻ്റെ ആണ്. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളായിട്ട് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുവരെ ബൈ.